ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അത്താഴത്തിന് പതിവുള്ള ദോശയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഓതലും കുറച്ച് പഠിക്കലും പിന്നെ അതുപോലെ എഡിറ്റ് ചെയ്യലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വെളിച്ചൊക്കെ വെച്ചതിന് ശേഷം ഒന്ന് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ കിച്ചണൊക്കെ വൃത്തിയാക്കി നോക്കാകുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തേക്ക് വെച്ച് പിന്നെ പുളിയും വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് വരുന്നത് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തേക്കുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. റവയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് പതിനഞ്ച് എല്ലാം സെറ്റാക്കി ആദ്യം നെയ്യ് ഒന്ന് ചൂടാക്കി മെൽറ്റാക്കിയതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിയിപ്പിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ആയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കാം. വറുത്ത് കോരി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, അത് തന്നെ അങ്ങനെയൊക്കെ. അപ്പോൾ കുറച്ച് നെയ്യ് കുറവുള്ള പോലെ തോന്നി, അപ്പോൾ അതും കൂടി ഇട്ട് എന്നിട്ട് പിന്നെ കുറച്ച് സേമിയ, ഇത് നല്ല നൈസായിട്ടുള്ള സേമിയാണ്, അത് കുറച്ചിട്ട് കൊടുത്ത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണ്ടിയിട്ട് ഒരു അരപ്പിടിയൊക്കെ ഉണ്ടാവുള്ളൂ, അത് കൈപ്പിടിക്ക് ഒരര. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് നെയ്യിലും ഇതിലൊക്കെ വഴറ്റിയിട്ട് ഇത് ഞാൻ കുറച്ച് പാൽപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കിയിട്ടുള്ളതാണ്. ഒരു തിക്നെസ്സിന് പിന്നെ ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും പാൽപ്പൊടിയും കൂടിയിട്ട് വെട്ടി കലക്കിയതാണ്. അപ്പോൾ അതൊന്ന് അതിൽ കിടന്നിട്ട് സേമിയ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നന്നായി വെന്ത് വരട്ടെ. പിന്നെ അതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1-2 ഏലക്കായ പൊടിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പാൽപ്പൊടിയിൽ ലേശം മുന്തിരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊരു മുന്തിരി ഇട്ടിട്ട് ആ സേമിയയിൽ ആ ഒരു സ്വീറ്റ്നെസ് ചെറുതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇടുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒരാൾ ഭാഗത്തിന് ചേർത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇടയിൽ നിലത്തി കൊടുക്കണം, അല്ലെങ്കിൽ സേമിയ കട്ട പിടിച്ച് പോകും. പിന്നെ ഞാനിപ്പോൾ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ അങ്ങനെ 1 പാൽ 2 പാൽ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, ഒന്നായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി നന്നായിട്ട് അങ്ങനെ തിളച്ച് വരുന്നുണ്ട്. തേങ്ങ പോലെ ഭയങ്കരമായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇപ്പം ഒന്ന് നന്നായിട്ട് ചൂടായാൽ മതി, തിളക്കാൻ നിൽക്കണ്ട. പിന്നെ കുറച്ച് റവ ഇട്ട് കൊടുക്കുക. റവ അതിൽ നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ അതങ്ങനെ അതിൽ കിടന്നിട്ട് തിളക്കാനുള്ള ഒരു ടൈം കൊടുക്കാതെ അതിൻ്റെ കുറച്ച് മുന്നായിട്ട് അത് ഓഫ് ചെയ്യാം. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മുട്ട ബജിയും പിന്നെ മുളക് ബജിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട ബജിക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കില്ല, അതും പിന്നെ മുട്ടയുടെ മഞ്ഞയും കൂടി മിക്സ് ചെയ്തിട്ട് മുട്ടയുടെ വെള്ളയിൽ ഫില്ല് ചെയ്തിട്ടാണ്. പിന്നെ മാവ് കലക്കി അതിൽ മുളക് ബജിയിലും മുളകിൻ്റെ ഉള്ളിൽ ആ തേങ്ങാ ചമ്മന്തിയുടെ ഫില്ലിംഗ് ആണ് ചേർത്തിട്ടുള്ളത്. അത് നോക്കി പൊരിക്കാം. മുട്ട ബജിയും പിന്നെ ആദ്യം തന്നെ മുളക് ബജി പൊരിച്ചിട്ടു അതാ വരുന്നുള്ളൂ. എന്നിട്ട് മുട്ട ബജി നന്നായിട്ട് പൊരിച്ചു. ഇപ്പോൾ എല്ലാം നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. അപ്പോഴത്തേക്കും വേഗം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് റോബ്സും പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് വെച്ചിട്ട് ഒരു ഡ്രിങ്കും കൂടി ഉണ്ട്. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഇതിപ്പോഴും എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിക്കത്തേക്കും ഫുഡ് തയ്യാറാക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടൊമാറ്റോ റൈസും ചിക്കൻ പൊരിച്ചതും വേണ്ടി. അപ്പോൾ ആദ്യം കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു, എന്നിട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തു, എന്നിട്ടൊരു 1.5 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് നന്നായിട്ട് ഒന്ന് വഴറ്റാൻ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഫുൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മാഗി ക്യൂബിൻ്റെ കൂടെ 2 കട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കുക. ആ ഉള്ളി നന്നായിട്ട് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആ ഒരു പച്ചമുളക് തന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം 4 ചെറിയ തക്കാളിയാണ്
അരച്ചിട്ട് ചേർത്തിട്ടുള്ളത്. വലിയ തക്കാളി ആണെങ്കിൽ 2 അല്ലെങ്കിൽ 2.5 അങ്ങനെയൊക്കെ എടുത്താൽ മതി. പിന്നെ ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത്, പിന്നെ ചിക്കൻ ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ഒരു മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ അതും ആ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ടൊരു 2-3 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതാണ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറവന്നപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂണോളം ഉണ്ടാവും ചെറുനാരങ്ങ നീര്, അതും ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇടയിലൊന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടെക്സ്ചേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒരു പാത്രത്തിൽ ചിക്കൻ എല്ലാം കൂടി ഇട്ടിട്ട് കഴിച്ചു. താങ്ക് യു.